നമ്മൾ നോക്കാൻ പോകുന്ന വേർഡ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന കാര്യം കേട്ടോ. വേറെ ഒന്നുമല്ല, നിറയ്ക്കുക എന്ന് നമ്മൾ പറയില്ലോ. ഇപ്പോൾ വെള്ളം നിറയ്ക്കുക, ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ ടാങ്കി നിറയ്ക്കുക എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ നിറയ്ക്കുക എന്നുള്ള വാക്ക് രണ്ട് രീതിയിൽ നമ്മൾ ആ ഒരൊറ്റ വേർഡിനെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. നിറയ്ക്കുക എന്ന് പറയാനായിട്ട് ഭർണ എന്നാണ് പറയാം ഹിന്ദിയിൽ, ഭർണ. ഓക്കെ, ഇപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കൂ, ബാൾട്ടിമേ പാനി ബറോ. ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ബാൾട്ടിമേ പാനി ബറോ എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കൂ എന്നാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയും അല്ലേ, മോട്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു, ടാങ്കിൽ വെള്ളം നിറഞ്ഞു, ടങ്കിമേ പാനി ബർഗൈ, ടങ്കിമേ പാനി ബർഗൈ എന്ന് പറഞ്ഞാൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞു എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭർണ എന്നുള്ള വാക്ക് ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. മറ്റു സ്ഥലങ്ങളിലൊക്കെ കേൾക്കാം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്യാന്ന് പറയാം അല്ലേ. ഫോം ഫില്ല് ചെയ്യണം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ആവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മളോട് പറയാണ് ഈ ഫോം നിറയ്ക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യൂ എന്ന് പറയും അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറയുക ഹിന്ദിയിൽ? ഏ ഫോം ഭർനാ ഹെ, ഈ ഫോം പൂരിപ്പിക്കണം എന്ന് പറയുന്ന ഏ ഫോം ഭർനാ ഹെ. മനസ്സിലാവുന്നുണ്ടോ? അതല്ല, ഇപ്പം നമ്മൾ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ പോകത്തില്ലോ, ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോകില്ലയോ, അതിന് നമ്മളിങ്ങനെ പറയും ബിജ്ലിക്ക ബിൽ ഭർനാ ഹെ. അത്രേ ഉള്ളൂ. ഇവിടെ കറണ്ട് ബില്ല് അടയ്ക്കണം എന്നുള്ള അർത്ഥം അവിടെ വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭർനാ ഹെ എന്നുള്ളതിന് നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണെങ്കിലും പല രീതിയിലും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഫോം ഭർനാ ഹെ, ബിജ്ലിക്ക ബിൽ ഭർനാ ഹെ, ബാൾട്ടി ഭർനാ ഹെ, അല്ലെങ്കിൽ ടങ്കി ഭർനാ ഹെ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നു എന്ന് മാത്രം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ വേർഡ് ഇതാണ്. ഭർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയ്ക്കുക എന്നാണ് അർത്ഥം. ഓക്കെ.